എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു സൂപ്പർ ബോണ്ട, ചായ വെക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി ബോണ്ട വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളുണ്ട്. കണ്ടോ, ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. റവ ഓട്സ് ബോണ്ടയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ഈസി, ടേസ്റ്റി, ക്രിസ്പി. അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു അരക്കപ്പ് ഓട്സും കൂടി ഇട്ടിട്ടുണ്ട്. ഓട്സ് ഇല്ലാത്തവർക്ക് റവ തന്നെ ഉപയോഗിക്കാം. ഇനി ഒരു 1/4 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. മൈദ വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു നല്ലോണം 1/4 കപ്പ് ഞാൻ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി, ഏകദേശം 1/2 കപ്പോളം തൈര്, ഇതിലധികം പുളിയില്ലാത്ത തൈര് വേണം. അത് പോരായിരുന്നു, അപ്പം ഞാൻ ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈര്. ഇനി ഇതിനെ നന്നായി നമുക്കതിനൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തൈര് ഇതിപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ്. തൈരിൽ വെള്ളമുണ്ടെങ്കിൽ ഈ വെള്ളം ഓപ്ഷനിലായിരിക്കും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഈ റവയും ഓട്സും ഒക്കെ ഇതിൻ്റെ കൂടെ സെറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ ഒരു 10 മിനിറ്റ്. ഈ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് കുറച്ച് ഇതിലേക്ക് വേണ്ട പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയായിട്ടുണ്ട്. ഇത്രയും ടൈറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിലേക്കൊരു ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു കയ്യിലോ വേണമെങ്കിൽ ദോശമാവ് ചേർക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ടാലേ ഇത്രയും ക്രിസ്പിയും നമ്മുടെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് വരുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ വേണ്ട എന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ എങ്ങാനും നമുക്ക് ദോശമാവ് ചേർക്കാം. ഇനി ഒരു ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനായിട്ടൊരു 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഞാൻ ഇതിൽ മുളക് പൊടിയൊന്നും തന്നെ ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞ ഇഞ്ചി, നിറയെ മല്ലിയിടല്ല കേട്ടോ. കരിവേപ്പിൻ്റെ വേണമെന്നുള്ളവർക്ക് കരിവേപ്പിൻ്റെ ഇടാം. ഇനി ഒരു 1/2 കപ്പോളം തേങ്ങാക്കൊത്ത. ഇതെല്ലാം ഓപ്ഷനിലാണ് കേട്ടോ. ഈ തേങ്ങാക്കൊത്തൊന്നും നിർബന്ധമൊന്നുമില്ല. ഇത് നമുക്ക് കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, തേങ്ങാക്കൊത്തിട്ടെന്ന് മാത്രം. ക്യാരറ്റ് വേണമെന്നുള്ളവർക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇടാം, വെജിറ്റബിൾസ് ഇടാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്ക് ഇടാനുള്ള പരുവത്തിലാട്ടോ. ഒരുപാട് തിക്കായിട്ടല്ല ഇടാൻ, നമുക്ക് കൈകൊണ്ട് ഇടാനുള്ള പരുവത്തിലാണ് നമ്മുടെ ബോണ്ടയുടെ മാവ് റെഡിയാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകവും ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവണവരെ വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കാം. കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. നമുക്ക് കൈ കൊണ്ട് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട്. ഒരുപാട് ലൂസ് ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. കണ്ടോ, ഇങ്ങനെ എടുത്ത് ഇടാനാവണം നമുക്ക്. ഒരു കുഞ്ഞു ബോളായിട്ട് ഇടാൻ പാകത്തിൽ കേട്ടോ. അപ്പോൾ എണ്ണ നല്ലെണ്ണം ചൂടാവട്ടെ. ചൂടാകുമ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. ഇല്ല എങ്കിൽ ഉള്ളു കുക്കാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. ചൂടായ എണ്ണയിലേക്ക് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ മറച്ചിടുക. കുറച്ച് സമയം കൊണ്ട് തന്നെ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല അത് കുക്കാവാനായിട്ട്. ഇത് ഓട്സിൻ്റെ ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഓട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റവയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടോ, റവ ബോണ്ട റെഡായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞാൻ വെറുതെ പറയില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ റവ ഓട്സ് ബോണ്ട സൂപ്പറായി റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഉള്ള കപ്പ് ഫെറ്റ്ലിക്ക് സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ ബോണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അറിയിക്കണം കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.